ഗാസ സമാധാന കരാർ യാഥാർത്ഥ്യമായതോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് അഭിനന്ദന പ്രവാഹമാണ്. ലോകരാജ്യങ്ങളിലെ നേതാക്കൾ ഫോണിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും ട്രംപിനെ അഭിനന്ദിച്ച് രംഗത്തെത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ചാണ് ട്രംപിനെ അഭിനന്ദിച്ചത്. മാത്രമല്ല, മന്ത്രിസഭാ യോഗം അടിയന്തരമായി നിർത്തിവെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോൺ അറ്റൻഡ് ചെയ്തത്. ഗസ സമാധാന പദ്ധതി ചരിത്രപരമെന്നാണ് മോദി വിശേഷിപ്പിച്ചത്. ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാറിനുള്ള സംഭാഷണത്തിന്റെ പുരോഗതിയും ചർച്ചയായി എന്ന് മോദി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു. ഗസ സമാധാന കരാർ യാഥാർത്ഥ്യമായതിനാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അഭിനന്ദിച്ചതായി മോദി അറിയിച്ചു. ഈ അഭിനന്ദനം കേൾക്കാനും മോദിയുടെ ആശംസ കേൾക്കാനും അടിയന്തരമായി മന്ത്രിസഭായോഗം നിർത്തിവെച്ചതിനു ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോൾ അറ്റൻഡ് ചെയ്തത് എന്ന് പറയുമ്പോൾ തന്നെ മോദിയുടെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നത് ആലോചിക്കുമ്പോൾ തന്നെ ഇന്ത്യക്കാരായ ഓരോ ജനതയ്ക്കും അഭിമാനം തന്നെയാണ്. സുരക്ഷാ ക്യാബിനറ്റ് യോഗം നിർത്തി വെച്ചുകൊണ്ടാണ് നെതന്യാഹു മോദിയുടെ ഫോൺ എടുത്തത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ അറിയിച്ചു. അതേസമയം ഗാസ സമാധാന കരാറിന്റെ പേരിൽ ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നൽകണമെന്ന ആവശ്യവുമായി നെതന്യാഹു രംഗത്തെത്തിയത് ശ്രദ്ധേയമായി. ട്രംപിന്റെ ചിത്രമടക്കം പങ്കുവച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യം മുന്നോട്ട് വെച്ചത്. സമാധാന നൊബേലിന് ട്രംപ് തികച്ചും അർഹനാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സിൽ കുറിച്ചത്. സമാധാന കരാർ യാഥാർത്ഥ്യമായി എന്ന് പ്രഖ്യാപിച്ച ട്രംപ് 2 വർഷം നീണ്ട രക്തച്ചൊരിച്ചിലിന് താൽക്കാലിക വിരാമമായി എന്നാണ് ഗസയിലെ സമാധാന കരാർ ലോകത്തിന് നൽകുന്ന ആശ്വാസം. ഗാസയിൽ വെടിനിർത്തൽ ഇസ്രായേലും ഹമാസും സമ്മതിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് വഴി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് സമാധാന ധാരണയായ കാര്യം ലോകത്തെ അറിയിച്ചത്. മധ്യസ്ഥ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ച ഖത്തറും ഹമാസും ഫലസ്തീനും പിന്നാലെ വെടിനിർത്തൽ സ്ഥിരീകരിച്ചു. ഗാസയിൽ ഒടുവിൽ ആശ്വാസത്തിന്റെ പുലരി എന്ന നിലയിലാണ് ലോകം ഇതിനെ കാണുന്നത്. അമേരിക്ക മുൻകൈയെടുത്ത് രൂപീകരിച്ച സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം ഉടൻ തന്നെ നടപ്പിൽ വരും. ഇസ്രായേലി ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും. ഇസ്രായേൽ സൈന്യം യുദ്ധം നിർത്തി നിർദ്ദിഷ്ട സ്ഥാനത്തേക്ക് പിൻവാങ്ങും. ഈജിപ്തിൽ വെച്ച വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 സമാധാന കരാർ ഒപ്പിടുമെന്നാണ് റിപ്പോർട്ടുകൾ. 20 ബന്ദികളെയാണ് ഹമാസ് ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുക. പകരം 2000 ഫലസ്തീനികളെ ഇസ്രായേലും മോചിപ്പിക്കും. കരാർ ഒപ്പിട്ട് 72 മണിക്കൂറിനകം ബന്ദിമോചനം, സൈനിക പിന്മാറ്റവും നടക്കും. ഇത് സമാധാന പദ്ധതിയുടെ 1ാം ഘട്ടം മാത്രമാണ്. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുമോ? എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്ന വ്യവസ്ഥ അമേരിക്ക മുന്നോട്ട് വെച്ച കരാറിലുണ്ട്. അതിനുശേഷം ഗാസയിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഇസ്രായേൽ അനുവദിക്കും. കൂടുതൽ സഹായം വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ വഴി ഗാസയിൽ എത്തിക്കുമെന്നും അറിയുന്നുണ്ട്. ഹമാസിന്റെ കീഴടങ്ങലുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിലടക്കം അവ്യക്തത തുടരുകയാണ് എങ്കിലും 70,000-ഓളം മനുഷ്യരുടെ ജീവനെടുത്ത ക്രൂരതയ്ക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരമാകുന്നത് വലിയ നയതന്ത്ര വിജയമാണ്. ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നെതന്യാഹു സമാധാന ധാരണ സ്ഥിരീകരിച്ചത്. ധാരണയിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോകാതിരിക്കാൻ ട്രംപിന്റെയും അമേരിക്കയുടെയും ഇടപെടൽ ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഹമാസിന്റെയും പ്രതികരണം. സമാധാന നീക്കത്തെ സ്വാഗതം ചെയ്ത UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് എത്രയും പെട്ടെന്ന് ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാൻ വേണ്ട നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്തിനും UN തയ്യാറാണെന്നും ഫലസ്തീൻ ജനതയുടെ സ്വയം നിർണായക അവകാശം അംഗീകരിക്കപ്പെടണമെന്നും ദ്വിരാഷ്ട്ര പദ്ധതി മാത്രമാണ് ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരമെന്നും കൂടി ഗുട്ടറസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സമാധാന ധാരണ പ്രഖ്യാപനത്തിന് ശേഷവും ഇസ്രായേൽ പോർ വിമാനങ്ങൾ ഗാസയിൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളിൽ പറയുന്നു. പക്ഷേ അതിനുശേഷം സ്ഥിതി ശാന്തമായിരുന്നു. അധികം വൈകാതെ ട്രംപ് നേരിട്ട് ഈജിപ്തിലെത്തിയതാകും കരാർ ഒപ്പിടുക എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും ട്രംപ് ഇന്നോ നാളെയോ ഈജിപ്തിലേക്ക് പോകുമെന്നാണ് വ്യക്തമാകുന്നത്. ഈജിപ്തിൽ ആ ചരിത്ര മുഹൂർത്തം നടക്കും. അപ്പോഴേക്കും ഒരു പക്ഷേ ട്രംപിന് വേണ്ടിയുള്ള നൊബേൽ സമ്മാനത്തിന്റെ ആ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്. ഈ ട്രംപിന് നൊബേൽ സമ്മാനം എന്നത് ഒരു വീക്ക്നെസ് തന്നെയാണ്. കാരണം ട്രംപിന്റെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ ബറാക് ഒബാമ. ബറാക് ഒബാമയ്ക്ക് നൊബേൽ സമ്മാനം ലഭിച്ചിരുന്നു. ഒബാമയ്ക്കുള്ളത് തനിക്കും വേണമെന്നുള്ള വാശി, അതിനുവേണ്ടിയുള്ള കഠിന പ്രയത്നം, ഇതൊക്കെ തന്നെയാണ് ട്രംപിനെ വ്യത്യസ്തനാക്കുന്നത്. എന്തായാലും നൊബേൽ സമ്മാനവും കൊണ്ടേ ട്രംപ് മലക്കുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും നമുക്ക് കണ്ടറിയാം എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്നുള്ളത്. കരാറിന്റെ നീക്കങ്ങൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്കറിയാം. ആ നീക്കങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് വരുമെന്നും വ്യക്തമാവുകയാണ് ഈ ഘട്ടത്തിൽ.